ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ ഉൾപ്പെടെയുള്ള ഇടതുപക്ഷ സഹയാത്രികരെല്ലാവരും ഇപ്പോൾ പറയുന്നത് തോൽവിയുടെ ഉത്തരവാദിത്തം പിണറായി വിജയനാണ് എന്നാണ്. സത്യത്തിൽ പിണറായി വിജയനാണോ പാർട്ടിക്കാണോ ഇതിൻ്റെ ഉത്തരവാദിത്തം? കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നയപരിപാടികളനുസരിച്ച്, പാർട്ടി സമ്പ്രദായം അനുസരിച്ചിട്ട് പാർട്ടിക്കാണ് ഉത്തരവാദിത്വം. കാരണം തളിപ്പറമ്പിലല്ലേ നമ്മുടെ ഗോവിന്ദൻ മാഷ്ടെ ഭാര്യ പി കെ ശ്യാമള എന്തുകൊണ്ട് തോറ്റു എന്നുള്ള കാര്യം ചോദിച്ച സമയത്ത് നിങ്ങൾ പറയുന്ന എല്ലാ കാര്യവും പാർട്ടിക്കെതിരെയുള്ള ആരോപണങ്ങളാണ്. അപ്പോൾ അതുകൊണ്ട് പാർട്ടി മറുപടി പറയും. വ്യക്തി എന്തെങ്കിലും പറയണമെന്നുണ്ടെങ്കിൽ പാർട്ടി പറഞ്ഞാൽ ഞാൻ അന്നേരത്ത് പറയാം എന്നാണ് പറഞ്ഞിട്ട് പോയത്. അപ്പോൾ എന്ന് പറഞ്ഞാൽ പാർട്ടിക്കാണ് ഉത്തരവാദിത്വം. പാർട്ടിയുടെ ഉത്തരവാദിത്വം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാർട്ടി സെക്രട്ടറിക്ക് മാത്രമല്ല, സെക്രട്ടേറിയറ്റ് മെമ്പർമാർക്കും ഉത്തരവാദിത്വമുണ്ട്. പാർട്ടി സെക്രട്ടേറിയറ്റ് മെമ്പർമാർ മാത്രമല്ല, സ്റ്റേറ്റ് കമ്മിറ്റി മെമ്പർമാർക്കും ഉത്തരവാദിത്വമുണ്ട്. കാരണം പാർട്ടി എടുക്കുന്ന എല്ലാ തീരുമാനങ്ങളും, നടപ്പിലാക്കപ്പെടുന്ന തീരുമാനങ്ങളെല്ലാം ഇവിടെയെല്ലാം അവതരിപ്പിച്ച് അംഗീകാരം നേടിയിട്ടാണല്ലോ ചെയ്യുന്നു എന്നാണ് സങ്കല്പം. അങ്ങനെയാണോ എന്ന് നമുക്കറിയില്ല. അപ്പോൾ അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ ഈ തോൽവിയുടെ ഉത്തരവാദിത്വം പാർട്ടിക്കാണ്, പിണറായിക്കല്ല. പക്ഷെ പാർട്ടി എന്ന് പറയുന്നത് മുഴുവൻ പിണറായിയായി മാറിയതല്ലേ നമ്മൾ ഈ കഴിഞ്ഞ നാളുകളിലെല്ലാം? അല്ല, അത് അങ്ങനെ മാറിയെന്ന് പാർട്ടി അംഗീകരിക്കുന്നില്ല, സമ്മതിക്കുന്നുമില്ല. പക്ഷെ ജനം കണ്ടുകൊണ്ടിരിക്കും. ജനം കാണുന്നതനുസരിച്ചിട്ട് ഒറ്റ പാർട്ടി ഉണ്ടായിരുന്നുള്ളൂ, അത് പിണറായി ആയിരുന്നു. കാരണം പിണറായിയുടെ തീരുമാനം അന്തിമമായ തീരുമാനമായിരുന്നു. പക്ഷേ മുൻപ് ഇപ്പോൾ നയനാർ മന്ത്രിയായിരുന്ന സമയത്തും അന്ന് പാർട്ടി സെക്രട്ടറി വി എസ് അച്യുതാനന്ദനാണ്. തീരുമാനങ്ങൾ മുഴുവൻ എടുത്തിരുന്നത് പാർട്ടിയിലാണ്. ഒരു ഫയലിൽ എന്ത് തീരുമാനം എടുക്കണം എന്നുള്ള കാര്യം AKG സെൻറ്ററിൽ നിന്ന് എഴുതി കൊടുത്തു വിട്ടിട്ട് ആ തീരുമാനമാണ് എടുത്തിരുന്നത്. നയനാർ തീരുമാനം എടുത്തിരുന്നത് അങ്ങനെയാണ്. പക്ഷെ ഇപ്പോൾ ആക്ഷേപം ഉണ്ടായിരുന്നത് മുഴുവനും ക്ലിഫ് ഹൗസിൽ നിന്നാണ് തീരുമാനം വന്നുകൊണ്ടിരുന്നത് എന്നുള്ളത് കൂടി ഉണ്ടായിരുന്നു. അല്ല, പാർട്ടി തീരുമാനങ്ങൾ പാർട്ടിയല്ല എടുത്തത് എന്നുള്ള കാര്യം പാർട്ടി സമ്മതിക്കുകയാണെങ്കിൽ അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അല്ലാതെയായി മാറി എന്നാണ് അതിൻ്റെ അർത്ഥം. കമ്മ്യൂണിസ്റ്റ് പാർട്ടി അല്ലാതെയായി അത് മാറിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ആ പാർട്ടി തകരും എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട. ഇപ്പോഴത്തന്നെ നമ്മൾ കാണുന്നൊരു കാര്യമുണ്ട്. പാർട്ടിയെ വെല്ലുവിളിച്ചുകൊണ്ട് 3 പേരും മത്സരിക്കാൻ ഇറങ്ങിയാണ്. ജി സുധാകരൻ, TK ഗോവിന്ദൻ, വി കുഞ്ഞികൃഷ്ണൻ. 3 പേരുടെയും ജനങ്ങൾ വിജയിപ്പിച്ചു. ജനങ്ങളെന്ന് പറഞ്ഞാൽ പാർട്ടിക്കാർ വോട്ട് ചെയ്ത് വിജയിപ്പിക്കുകയാണ് ചെയ്തത്. പാർട്ടി സ്ട്രോങ് ഹോൾഡായിട്ടുള്ള സ്ഥലങ്ങളിലാണ് മത്സരിച്ചേക്കുന്നത്. അവരെല്ലാവരും പറഞ്ഞതെന്താ വെച്ചാൽ പാർട്ടിയുടെ പോക്ക് ശരിയല്ല, പാർട്ടി വലിയ അപജയത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു, ഇതിങ്ങനെ അനുവദിക്കാൻ പറ്റില്ല. അത് കാരണം അവർ പെട്ടെന്ന് ഈ സുധാകരനൊക്കെ ഉള്ളൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ സുധാകരൻ പെട്ടെന്ന് മത്സരിക്കാൻ തീരുമാനിച്ചു. സുധാകരൻ മത്സരിക്കാൻ നിന്ന് UDF പിന്തുണ പ്രഖ്യാപിച്ചു. സുധാകരൻ ജയിച്ചു വരികയാണ്. ഇത് നമ്മൾ കാണേണ്ട കാര്യം. അവിടെ പക്ഷേ UDFന്റെ ഈ 3 സ്ഥലത്തും UDFന്റെ മാത്രം വോട്ടല്ല. അല്ല ഞാൻ പറയുന്നത് എന്താ വെച്ചാൽ ഇത് MV രാഘവനും പിന്നെ ഗൗരി അമ്മയ്ക്കും വരെ നടക്കാതിരുന്ന കാര്യമാണിത്. അവരൊക്കെ റബലായിട്ട് മത്സരിച്ചപ്പോൾ ദയനീയമായിട്ട് തോറ്റിട്ടുണ്ട്. പക്ഷേ ഈ തെരഞ്ഞെടുപ്പിൽ ഇവർ മത്സരിക്കാൻ തീരുമാനിച്ചപ്പോഴേക്കും ആഹ്ലാദത്തോടു കൂടി പാർട്ടി സഖാക്കൾ പോയിട്ട് അവർ വോട്ട് ചെയ്തു. അപ്പോൾ ഈ കണ്ണൂർ ജില്ലയിൽ പയ്യന്നൂർ, കല്യാശ്ശേരി, തളിപ്പറമ്പ്, അഴീക്കോട്, ധർമ്മടം, തലശ്ശേരി, പേരാവൂർ, ഇരിക്കൂർ, കൂത്തുപറമ്പ് തുടങ്ങിയിട്ടുള്ള സംഗതികളുണ്ടല്ലോ. ബാക്കി 2 സീറ്റ് ഘടകകക്ഷികൾക്കും കൊടുത്തിട്ടുണ്ട്. അവിടെ 84,786 വോട്ട് പാർട്ടിക്ക് കിട്ടേണ്ട വോട്ട് കുറഞ്ഞിട്ടുണ്ട്. ഇതിപ്പോൾ ടോട്ടൽ എടുത്ത് നോക്കിയാൽ 2021 ഇത്തവണ 19 ലക്ഷം വോട്ടാണ് മാറിയിരിക്കുന്നത്. എന്ന് വെച്ചാൽ പാർട്ടിക്ക് സ്ഥിരമായി വോട്ട് ചെയ്തുകൊണ്ടിരുന്ന അനുഭാവികളും സഹയാത്രികരും ആയിട്ടുള്ളവരെല്ലാം പാർട്ടിക്കെതിരെ വോട്ട് ചെയ്തു എന്നാണ് അതിൻ്റെ അർത്ഥം. അങ്ങനെ പാർട്ടിക്കെതിരെ അവർ വോട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ പാർട്ടി തകർന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. പിണറായി വിജയൻ ഈ തോൽവിക്ക് ഉത്തരവാദിയാണ് എന്ന് പറഞ്ഞാൽ, അത് അംഗീകരിക്കപ്പെട്ടാൽ അതിൻ്റെ അർത്ഥം
പാർട്ടി തകർന്ന് തരിപ്പണമായി എന്നുള്ളതാണ്. പിന്നെ ഒരിക്കൽ പാർട്ടിക്കെതിരെ വോട്ട് ചെയ്യാൻ ഒരു മടിയും ഇല്ലാതിരുന്നവർക്ക് ഇനി എപ്പോൾ വേണമെങ്കിലും പാർട്ടിക്കെതിരെ വോട്ട് ചെയ്യാൻ പ്രയാസം ഉണ്ടായിരുന്നില്ല. മുൻപ് എങ്ങനെയാണെന്ന് വെച്ചാൽ സ്വന്തം മതിൽ വെള്ള തേച്ച് അരിവാൾ ചുറ്റിക നക്ഷത്രം വരച്ചു വെച്ച് അതിനുശേഷം സ്ഥാനാർത്ഥിയുടെ പേരെഴുതി അത് നോക്കി നിന്ന് ആസ്വദിക്കുകയും അതിൽ അഭിമാനം കൊള്ളുകയും ചെയ്തിരുന്ന സഖാക്കൾ പോയിട്ടാണ് നേരെ എതിരായിട്ട് വോട്ട് ചെയ്യുന്നത്. എന്ന് വെച്ചാൽ പാർട്ടി തകർന്നു എന്നല്ലേ അർത്ഥം. അപ്പോൾ മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഈ അനുയായികളായിട്ട് നിന്നിട്ടുള്ള എല്ലാവരും പറയുന്നത് പിണറായി വിജയനാണ് തോൽവിക്ക് ഉത്തരവാദി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാർട്ടി തകരുകയും പിണറായി വിജയൻ ജയിക്കുകയും ചെയ്തു എന്നാണ് അർത്ഥം. സർ, സത്യത്തിൽ ഇത്തവണത്തെ പിണറായി വിജയന്റെ വിജയം പോലും തോൽവിക്ക് സമാനമാണ്. തോൽവിയേക്കാൾ കഷ്ടമാണ്. കാരണം കാരണം ആദ്യത്തെ 6 റൗണ്ടിൽ പിണറായി വിജയൻ പിന്നാക്കം നിൽക്കുകയാണ്. മുഖ്യമന്ത്രിയാണ്, ധർമ്മടമാണ്, അദ്ദേഹത്തിൻ്റെ ജന്മസ്ഥലമാണ്, അവിടെ ആര് നിന്നാലും ജയിക്കുന്ന സ്ഥലമാണ്. അവിടെ അദ്ദേഹം ഈ പട്ടിയൊക്കെ വെയിലിൽ നിന്ന് നൂണ്ട് കയറുന്ന രീതിയിൽ നൂണ്ട് കയറി വന്നതാണ്. അദ്ദേഹത്തിൻ്റെ വിജയത്തിന് അദ്ദേഹം ജയിച്ചു എന്നുള്ളത് ശരിയാണ്, MLA ആയിട്ടിരിക്കാം, വേണമെങ്കിൽ പ്രതിപക്ഷ നേതാവായിട്ടും ഇരിക്കാം. പക്ഷേ ഇങ്ങനൊരു സംഭവം ഉണ്ടായിട്ടുണ്ട്. അപ്പം മാർക്സിസ്റ്റ് പാർട്ടി തകർന്ന് തരിപ്പണമായി എന്നാണ് പിണറായി വിജയനാണ് തോൽവിയുടെ ഉത്തരവാദിത്വം ഏറ്റെടുക്കേണ്ടത് എന്ന് പറയുമ്പോൾ ഇവർ അറിയാതെയോ അറിഞ്ഞുകൊണ്ടോ പറയുന്ന കാര്യം പാർട്ടി ഇല്ലാതെ ആയിരിക്കുന്നു. കാരണം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ അങ്ങനെയില്ല. ഇപ്പോൾ ഈ പാർട്ടിക്ക് മുകളിൽ ആരുമില്ല. പാർട്ടിക്ക് കീഴടങ്ങി നിൽക്കുന്ന ആളാണ് മുഖ്യമന്ത്രിയും ബാക്കി മന്ത്രിമാരും. ഇവിടെ നിങ്ങൾ പറയണത് എന്താണ്? പാർട്ടിക്ക് കീഴടങ്ങി നിൽക്കുന്നില്ല, പാർട്ടി പിണറായി വിജയന് കീഴടങ്ങിപ്പോയി എന്നാണ് പറയണ. അങ്ങനെയാണെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇല്ല എന്നാണ് എൻ്റെ അർത്ഥം. പാർട്ടി സെക്രട്ടറി ആയിരിക്കുമ്പോൾ VS-നെ ഉൾപ്പെടെ വിറപ്പിച്ചിട്ടുണ്ട്. ഉണ്ട്. അതേ പിണറായി മുഖ്യമന്ത്രി ആകുമ്പോൾ പാർട്ടി സെക്രട്ടറി കേൾക്കുന്നത് പിണറായി പറയുന്നതായിരുന്നു. അല്ലെന്ന് അത് ഇപ്പോൾ മാത്രമല്ല, EMS മന്ത്രിയായിരുന്നപ്പോഴും പാർട്ടിയുടെ തീരുമാനത്തിനനുസരിച്ചിട്ടായിരുന്നു തീരുമാനങ്ങൾ. പ്രധാനപ്പെട്ട അജണ്ടകളിൽ തീരുമാനമെടുക്കുന്നതിന് മുമ്പ് പാർട്ടി സെക്രട്ടേറിയറ്റ് കൂടിയിട്ട് അതിനകത്ത് തീരുമാനം എന്താണെന്ന് പറയുകയും അതെടുക്കുകയും ചെയ്യാണ്. അതായിരുന്നു EMS-ൻ്റെ കാലത്തുള്ള രീതി. അതിനുശേഷം ഈ നയനാർ വന്നപ്പോഴും അത് തന്നെയായിരുന്നു രീതി. VS അച്യുതാനന്ദൻ വന്നപ്പോഴും പാർട്ടി ഉണ്ടായിരുന്നു, പാർട്ടി തന്നെയായിരുന്നു ശരി. പക്ഷേ അപ്പോൾ പാർട്ടി എടുക്കുന്ന തീരുമാനങ്ങൾ ഇംപ്ലിമെൻ്റ് ചെയ്യുന്ന മുഖ്യമന്ത്രി എന്നത് മാറിയിട്ട് മുഖ്യമന്ത്രിക്ക് ആവശ്യമുള്ള തീരുമാനങ്ങൾ എടുത്തിട്ട് അത് ഇംപ്ലിമെൻ്റ് ചെയ്യുന്ന പാർട്ടിയിലേക്ക് വന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കമ്മ്യൂണിസ്റ്റ് പാർട്ടി തകർന്നു തരിപ്പണമായി എന്നാണ് അതിൻ്റെ അർത്ഥം. ഇത്തവണ ഈ സമയത്ത് പാർട്ടിയിൽ ഉണ്ടായിരുന്നത് മുഴുവൻ പിണറായിയുടെ വിനീത വിധേയരായിരുന്നു. സാറ് പറഞ്ഞതനുസരിച്ച് പാർട്ടി തകർന്നു എന്ന് പറയുമ്പോൾ ഇവർക്ക് എടുത്തുയർത്താനായിട്ട് പ്രതിപക്ഷ നേതാവ് പിണറായി അല്ലെങ്കിൽ ആരെന്ന ചോദ്യത്തിന് പോലും അവിടെ സംശയമാണ്. ആ ഒരു അവസ്ഥയിലേക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എത്തി എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? ആ പാർട്ടി ഇപ്പം നിലവിലില്ല എന്നല്ലേ അതിൻ്റെ അർത്ഥം, ഇല്ലേ? കാരണം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ഗവൺമെൻറ് എന്ത് തീരുമാനിക്കണം, ഗവൺമെൻറ്റിൻ്റെ നയം എന്തായിരിക്കണം എന്നുള്ള കാര്യം എടുക്കുന്നത് തീർച്ചയായിട്ടും കമ്മ്യൂണിസ്റ്റ് പാർട്ടി സെക്രട്ടറിയാണ്. ആ പാർട്ടി സെക്രട്ടേറിയറ്റാണ്. അവർ തീരുമാനം എടുത്തിട്ട് പാർട്ടി തീരുമാനം പറയുന്നതും അവർ ചെയ്യുന്നതാണ്. അവൈലബിൾ സെക്രട്ടേറിയറ്റ് എല്ലാ ദിവസവും ചേരണം എന്നാണ് വ്യവസ്ഥ. സർ, ഒരു കാര്യം കൂടി ഞാൻ ചോദിച്ചോട്ടെ. ഇപ്പോൾ പിണറായിയെ എല്ലാവരും കുറ്റപ്പെടുത്തുന്നുണ്ട്. പിണറായിയെ കാരണബോധൻ, ക്യാപ്റ്റൻ, അങ്ങനെയുള്ള സകല വിശേഷണങ്ങളും നൽകിയിരുന്നവരാണ് ഇവരെല്ലാവരും. തോൽവി സംഭവിച്ചപ്പോൾ മാത്രമാണോ ഇവരുടെ വായിൽ നാക്കുണ്ട് എന്ന്? അതാണ് പ്രശ്നം. ഇവർക്ക് അതിനകത്ത് ഉത്തരവാദിത്വമുണ്ട്. ആ പോയിൻ്റാണ് എനിക്ക് പറയാൻ ആഗ്രഹിക്കുന്നത് ഞാൻ. കാരണം പിണറായിക്ക് ഉത്തരവാദിത്വം ഉണ്ടെന്ന് പറഞ്ഞാൽ പാർട്ടിക്കകത്തിരുന്ന പാർട്ടി സെക്രട്ടേറിയറ്റിലിരുന്ന എല്ലാവർക്കും തോൽവിക്ക് ഉത്തരവാദിത്വമുണ്ട്. കാരണം അവർ പിണറായിയെ സ്വതന്ത്രമായിട്ട് പ്രവർത്തിക്കാൻ അനുവദിക്കുകയല്ലേ ചെയ്തത്. അവർ പറഞ്ഞിട്ടല്ലേ ചെയ്തത്. അവർക്ക് എന്തുകൊണ്ട് തിരുത്തിക്കൂടായിരുന്നു? പിണറായി ചെയ്യുന്നത് ശരിയല്ല എന്ന് തോന്നിയാൽ അവരെന്തുകൊണ്ട് തിരുത്തിയില്ല? കോടിയേരി ബാലകൃഷ്ണനെ പോലുള്ളൊരു പാർട്ടി സെക്രട്ടറി പിണറായിയുടെ മുന്നിൽ ഓച്ചാനിച്ച് നിൽക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്.
ഗോവിന്ദൻ എങ്ങനെയാണ് നിൽക്കണമെന്നുള്ള കാര്യം ഗോവിന്ദനും അറിയില്ല, വേറെ ലോകത്താർക്കും അറിയില്ല. അതുകൊണ്ട് ഗോവിന്ദൻ്റെ നിൽപ്പ് നമുക്ക് അറിയാൻ പറ്റില്ല. അപ്പോൾ ഗോവിന്ദൻ വരുന്നതിന് മുൻപ് കൊടിയേരി ഉണ്ടായിരുന്നു. കൊടിയേരിയുമായിട്ട് ഇത് തന്നെ പ്രശ്നം വരുന്നില്ലേ? പക്ഷേ ആരും ഒരു പ്രശ്നമില്ല. പാർട്ടി സെക്രട്ടേറിയറ്റിൽ തീർച്ചയായിട്ടും സെക്രട്ടേറിയറ്റ് കൂടിയിട്ട്, അവൈലബിൾ സെക്രട്ടേറിയറ്റ് എല്ലാ ദിവസവും ചേരണം. അവൈലബിൾ സെക്രട്ടേറിയറ്റ് കൂടിയിട്ട് ഇന്ന അജണ്ടയിൽ ഇന്ന കാര്യം എടുക്കണം എന്നുള്ളതായിരുന്നു. ആ തീരുമാനം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ റിപ്പോർട്ട് ചെയ്തിട്ട് മുന്നണിയുടെ തീരുമാനമായിട്ടാണ് പിന്നെ എങ്ങോട്ട് പോകുന്നത്? ക്യാബിനറ്റിലേക്ക് പോകുന്നത്. ഇപ്പം നേരെ തിരിച്ചിട്ട് മുഖ്യമന്ത്രിയുടെ തീരുമാനം ക്യാബിനറ്റിൽ പോയിട്ട് ക്യാബിനറ്റിലെ തീരുമാനം സെക്രട്ടേറിയറ്റിലെത്തി സെക്രട്ടേറിയറ്റ് അത് പാർട്ടി തീരുമാനമാക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ പിണറായിയേക്കാൾ കൂടുതൽ ഉത്തരവാദിത്വം ആ പാർട്ടി സെക്രട്ടേറിയറ്റിൽ ഇരുന്നിട്ടുള്ള പാർട്ടി സെക്രട്ടറി ഉൾപ്പെടെയുള്ളവർക്കാണ്. അല്ലാതെ പിണറായിയെ മാത്രം ഈ ഘട്ടത്തിൽ കുറ്റപ്പെടുത്തുന്നതിന് യാതൊരു ശരിയില്ല. പിണറായിക്ക് അങ്ങനെ പ്രവർത്തിക്കാനുള്ള അവസരം ഒരുക്കി കൊടുത്തവർക്ക് പങ്കില്ലേ? ഇപ്പം പരാജയപ്പെട്ട് കഴിഞ്ഞപ്പോഴേക്കും എല്ലാ ഉത്തരവാദിത്വവും പിണറായിക്ക് തലയിലെന്ന് പറഞ്ഞാൽ പിന്നെ ഇവരവിടെ എന്തിനാണ് പോയിരുന്നിരുന്നത്? ഇവർ കശുവണ്ടിയും ചായയും കഴിക്കാൻ ഇരുന്നവരല്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഈ തോൽവിയുടെ ഉത്തരവാദിത്വം പിണറായിയെപ്പോലെ തന്നെ പാർട്ടി സെക്രട്ടേറിയറ്റ് അംഗങ്ങൾക്ക് കൂടി ഉണ്ട്. പാർട്ടി സെക്രട്ടേറിയറ്റ് അംഗങ്ങൾക്ക് വന്ന പാർട്ടി സ്റ്റേറ്റ് കമ്മിറ്റി അംഗങ്ങൾക്കുണ്ട്. ഇവരാരെങ്കിലും സ്റ്റേറ്റ് കമ്മിറ്റിയിൽ എഴുന്നേറ്റ് നിന്ന് ഇങ്ങനെ പ്രവർത്തിച്ചാൽ നമ്മുടെ പാർട്ടി ഇല്ലാതെയാകും എന്ന് പറഞ്ഞിട്ടുണ്ടോ? നമ്മളാരും കേട്ടിട്ടില്ല, അറിഞ്ഞിട്ടുമില്ല. അപ്പോൾ അതുകൊണ്ട് പാർട്ടിക്ക് മൊത്തത്തിലാണ് ഉത്തരവാദിത്വമുള്ളത്. അതിന് പിണറായിയുടെ പറയുന്നത് കേട്ട് ഓച്ചാനിച്ച് നിൽക്കാൻ കഴിയുന്നവരേ ഈ പാർട്ടിയിലുള്ളൂ എന്ന് പറഞ്ഞാൽ ആ പാർട്ടി അതുകൊണ്ട് തീർന്നു എന്നല്ലേ അതിൻ്റെ അർത്ഥം.